നമുക്ക് ചില്ലി ബീഫ് ഉണ്ടാക്കിയാലോ? അടിപൊളിയാട്ടോ. പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മാത്രമല്ല, പൊറോട്ടയുടെ കൂടെ സൂപ്പറാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാനുള്ളത് നോക്കാട്ടോ. അതിനായിട്ട് മൈദ, കാശ്മീരി മുളക് പൊടി, കോൺഫ്ലവർ, പെപ്പർ, സോൾട്ട്, സോയാ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 4 വിസിൽ വരുത്തിയ ബീഫ്, പിന്നെ ഒരു മുട്ട. ആദ്യം മുട്ട നമുക്ക് പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അതിലോട്ട് 1 സ്പൂണ് കോൺഫ്ലവർ പൊടി ചേർക്കാം, പിന്നെ 2 സ്പൂണ് മൈദ, പിന്നെ അതിന് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് പെപ്പർ, 1 സ്പൂണ് സോയാ സോസ്. ഇത്രയും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. അങ്ങനെ നന്നായി തിക്ക് ഗ്രേവിയിൽ മിക്സ് ചെയ്യുക. കട്ടയൊന്നും പാടില്ല കേട്ടോ. നന്നായി അധികം തിക്കല്ല, ഒരു ദോശമാവിനേക്കാൾ ഇത്തിരി കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബീഫ് അതിലോട്ടിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് ഓരോന്നായിട്ട് എല്ലാം കൂടി ഇട്ടരുത്. ഓരോന്ന് ഒന്നിന് മേലെ ഒന്ന് തൊടാത്ത രീതിയിൽ ഇട്ടിട്ട് വിട്ട് കിടക്കുന്ന രീതിയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അധികം മുരിക്കണ്ട, അതായത് കറുകെ മുരിക്കണ്ട, ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ബീഫ് ഓൾറെഡി വെന്ത കാരണം ഒത്തിരി നേരം ഇട്ട് എടുക്കണ്ട. നന്നായി മറിച്ചും ഈ ഒരു പരിവൊക്കെ ആകുമ്പോഴേ നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫുള്ള് ബീഫും വറുത്തെടുക്കാം. ആദ്യം ആ വറുത്ത എണ്ണയിലോട്ട് തന്നെ നമുക്ക് ആദ്യം 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നന്നായി ഒന്നൊരു പച്ചമണം മാറുമ്പോൾ, അധികം മൊരിക്കൊന്നും വേണ്ട, പച്ചമണം ഒന്ന് മാറുമ്പോൾ നമ്മൾ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ക്യാപ്സിക്കം ഇടാം. ഇതിലോട്ട് ഒരു 5 പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റാം. നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് സോസസ് ആഡ് ചെയ്യാം. എല്ലാം 1.5 സ്പൂൺ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി ഇല്ലെങ്കിൽ റെഡ് ചില്ലി സോസും ആഡ് ചെയ്യാം. അതിലോട്ട് ഒരു 1/2 സ്പൂൺ വിനെഗർ, അധികം ആവരുത്, പുളിപ്പായി പോവും. ഒരു 1/2 സ്പൂൺ വിനെഗറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈ വിടരുത്. കൈ വിടാതെ തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തീ വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ബീഫ് അതിലോട്ട് തട്ടിയിട്ട് ഈ ഒരു സ്റ്റേജിലെടുത്താൽ നമ്മുടെ ഡ്രൈഡ് ചില്ലി ബീഫ് ആവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇതിൽ ഡ്രൈ ആണെന്ന് മാത്രമേ ഉള്ളൂ. ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ബീഫിൻ്റെ സ്റ്റോക്ക്, അത് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ബീഫിൻ്റെ ഫുൾ ഫ്ലേവർ ഈ ഗ്രേവിയിലുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ ഗ്രേവി ഒന്ന് വറ്റണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ചെറുതായി ഒന്ന് ഗ്രേവി എല്ലാത്തിലോട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു 1/4 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ വെള്ളം ഒരു ഇളം ചൂടുവെള്ളം ആണെങ്കിലുണ്ടല്ലോ, അധികം ഇങ്ങനെ കുറുകാതെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്രേവി കിട്ടും. അത് കഴിഞ്ഞ് നന്നായി ഒന്ന് തിളയ്ക്കാൻ വിട്ടിട്ട് അതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ചുകൂടെ ഫ്ലേവറിനായിട്ട് കുറച്ച് പെപ്പറും കൂടി, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടിട്ട് നന്നായി തിളച്ചിട്ട് ആ എസൻസ് ഒക്കെ അതിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് നല്ലൊരു അരോമ, നല്ലൊരു മണം കിട്ടും. ആ ഒരു ചില്ലി ബീഫിൻ്റെ ആ ഒരു സോസിൻ്റെയും ആ ഒരു വിനെഗറിൻ്റെയും എല്ലാം. ഇത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ കുറച്ച് ഷുഗറും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ഫ്ലേവേഴ്സും അഡ്ജസ്റ്റ് ആയിട്ട് അടിപൊളി നമുക്ക് ചില്ലി ബീഫ് റെഡിയാവും. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ